ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. മഹാരാഷ്ട്രയിൽ 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായും 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായും രാജ്യം മാറിയതിനു പിന്നിൽ യുവശക്തിക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. DRDO വികസിപ്പിച്ച പുതുതലമുറ ആകാശ് മിസൈൽ ഒഡീഷയിൽ വിജയകരമായി പരീക്ഷിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം കേരളത്തിലെ വിവിധ ജില്ലകളിൽ തുടരുന്നു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് ഖത്തറിൽ തുടക്കം. ഖത്തർ ലെബനോൻ മത്സരം രാത്രി 9:30. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് മുംബൈയിലെ അടൽ സേതു പാലമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഈ ദിനം രേഖപ്പെടുത്തുമെന്നും നവി മുംബൈയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ അടിവരയിടാവുന്ന നേട്ടമാണ് ഇതെന്നും ശ്രീ മോദി പറഞ്ഞു. 22 കിലോമീറ്റർ നീളമുള്ള പാലത്തിന് 2016 ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തറക്കല്ലിട്ടത്. 17,840 കോടിയിലധികം രൂപ ചെലവിലാണ് ദക്ഷിണ മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചിരിക്കുന്നത്. आज का दिन मुंबई और महाराष्ट्र के साथ ही विकसित भारत के संकल्प के लिए बहुत ऐतिहासिक है. आज दुनिया के सबसे बड़े श्री ब्रिज में से एक ये विशाल अटल सेतु देश को मिला है. आज यहाँ देश के मुंबई और महाराष्ट्र के विकास से जुड़े हुए प्रोजेक्ट रोड, रेल, मेट्रो, पानी जैसी सुविधाओं से जुड़े हुए. മഹാരാഷ്ട്രയിൽ 30,500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. നവി മുംബൈയിൽ നടന്ന പൊതുപരിപാടിയിൽ 12,700 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് അദ്ദേഹം നിർവഹിച്ചത്. ഈസ്റ്റേൺ ഫ്രീ വേയുടെ ഓറഞ്ച് ഗേറ്റിനെ മറൈൻ ഡ്രൈവുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ടണലിന് തറക്കല്ലിടൽ, സൂര്യ റീജിയണൽ കുടിവെള്ള പദ്ധതിയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം, ഉറാൻ ഖാർ കോപ്പാർ റെയിൽവേ ലൈനിന്റെ 2ാം ഘട്ടം, ട്രാൻസിലെ പുതിയ സബർബൻ സ്റ്റേഷൻ ദിഖാഗാവ് എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികളും അദ്ദേഹം ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായും 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായും ഭാരതം മാറിയതിനു പിന്നിൽ രാജ്യത്തിന്റെ യുവശക്തി വഹിച്ച പങ്ക് സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 27ാമത് ദേശീയ യുവജനോത്സവം മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. സ്വാമി വിവേകാനന്ദനെയും ശ്രീ അരബിന്ദോയെയും അനുസ്മരിച്ചാണ് 1 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളെ പ്രധാനമന്ത്രി ചടങ്ങിൽ അഭിസംബോധന ചെയ്തത്. രാജ്യത്തിന്റെ ഭാവി യുവജനങ്ങളിലാണെന്നാണ് ഇരുവരും വിശ്വസിച്ചിരുന്നതെന്ന് ശ്രീ മോദി പറഞ്ഞു. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന് നവോന്മേഷം പകർന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തകളും സന്ദേശങ്ങളും യുവാക്കൾക്ക് എക്കാലവും പ്രചോദനം പകരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ എല്ലാ ആരാധനാലയങ്ങളും ജനുവരി 22 മുമ്പ് ശുചീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ അനുരാഗ് സിംഗ് ഠാക്കൂർ, ഭാരതി പവാർ, നിസിത് പ്രമാണിക്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3ാമതും ഭരണത്തിലെത്തുന്നതോടെ രാജ്യം ലോകത്തെ മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കേന്ദ്രമന്ത്രി അമിത് ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 10ാമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ 10ാം പതിപ്പിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ വികസന രാഷ്ട്രമായി മാറാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ യുവജന ദിനത്തിൽ സ്വാമി വിവേകാനന്ദന് രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ആദരമർപ്പിച്ചു. ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരുന്നതിനായി രാജ്യത്തുടനീളം സഞ്ചരിച്ച മഹാനായ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. യുവാക്കളെ രാഷ്ട്ര നിർമ്മാണത്തിനായി പ്രചോദിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ ആത്മീയത പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുമായി അദ്ദേഹം പ്രവർത്തിച്ചതായും രാഷ്ട്രപതി അനുസ്മരണ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേശീയ യുവജന ദിനം സമുചിതമായി ആചരിച്ചു. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO വികസിപ്പിച്ച പുതുതലമുറ ആകാശ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. ഇന്ന് ഒഡീഷയിലെ ചാന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് ആകാശ് NG മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം നടന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ആയുധ സംവിധാനങ്ങൾ മിസൈലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
മിസൈൽ പരീക്ഷണം വിജയത്തിലെത്തിച്ച വ്യോമസേന, DRDO, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഇത് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നുവെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 9 വർഷത്തിനിടെ സർക്കാർ 1,19,00,000 വീടുകൾ അനുവദിക്കുകയും 1 കോടിയിലധികം വീടുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 79 ലക്ഷം വീടുകൾ ഇതിനകം ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്തും എറണാകുളത്തും നഗര ഗ്രാമമേഖലകളിൽ ഇന്ന് പര്യടനം നടന്നു. കൊല്ലം നഗരത്തിൽ ലിങ്ക് റോഡിലായിരുന്നു ഇന്നത്തെ പര്യടനം. കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലും ഇന്ന് യാത്രാ പര്യടനം നടത്തി. മലപ്പുറത്ത് നിലമ്പൂർ നഗരസഭയിലെ 2 കേന്ദ്രങ്ങളിലാണ് യാത്ര ഇന്നെത്തിയത്. മകരവിളക്കിനൊരുങ്ങി ശബരിമല സന്നിധാനം. ഭക്തർക്ക് പരമാവധി സൌകര്യങ്ങൾ ഒരുക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സംസ്ഥാന പോലീസ് മേധാവി നാളെ ശബരിമല സന്ദർശിക്കും. മകരജ്യോതി ദർശനത്തിനായുള്ള വ്യൂ പോയിന്റുകൾ സന്ദർശിച്ച് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും നാളെ പുറപ്പെടും. പരമ്പരാഗത പാതയിലൂടെ തിങ്കളാഴ്ച വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. ഈ മാസം 15-നാണ് മകരവിളക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ മാസം 17-ന് രാവിലെ 6 മുതൽ 9 വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല. നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ 6-ന് മുൻപോ 9-ന് ശേഷമോ നടത്തേണ്ടിവരും. പോലീസ് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിനാലാണ് ക്രമീകരണം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. 2022 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച ഖത്തറിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. രാത്രി 9:30 നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഖത്തർ ലെബനോനെ നേരിടും. ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ വൈകിട്ട് 5 മണിക്ക് ഓസ്ട്രേലിയയുമായി നടക്കും. അടുത്ത മാസം 10 വരെ നടക്കുന്ന ഫുട്ബോൾ പോരാട്ടത്തിൽ 24 ടീമുകൾ മാറ്റുരയ്ക്കും. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ഏഷ്യൻ ഒളിമ്പിക് ഷൂട്ടിംഗ് യോഗ്യതാ മത്സരത്തിലെ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യയുടെ അഖിൽ ഷിയോറാൻ സ്വർണവും ഐശ്വരി തോമർ വെള്ളിയും നേടി. ഇതേ ഇനത്തിലെ ടീം മത്സരത്തിലും ഇന്ത്യക്കാണ് സ്വർണം. 11 സ്വർണവും 8 വെള്ളിയും 7 വെങ്കലവുമടക്കം 24 മെഡലുകളുമായി ഇന്ത്യയാണ് മെഡൽ പട്ടികയിൽ മുന്നിൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 847 പോയിന്റ് ഉയർന്ന് 72,568-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 247 പോയിന്റ് നേട്ടത്തിൽ 21,894-ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 5,770 രൂപയും പവന് 46,160 രൂപയുമാണ് ഇന്നത്തെ വില. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളായ സഞ്ജയ് സിംഗ്, സ്വാതി മലിവാൾ, ND ഗുപ്ത എന്നിവർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിൽ നിന്നുള്ള ഒഴിവിലേക്കാണ് 3 പേരും തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരക്കു സേവന നികുതി വകുപ്പിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാൻ വിട്ടുപോയ നികുതിദായകർക്ക് അപ്പീൽ ഫയൽ ചെയ്യുവാൻ ആംനസ്റ്റി സ്കീമിൽ ഉൾപ്പെടുത്തി വകുപ്പ് ഒരവസരം കൂടി അനുവദിച്ചു. 2023 മാർച്ച് 31 വരെ നൽകിയിട്ടുള്ള ഉത്തരവുകൾക്കാണ് ഈ സ്കീം പ്രയോജനപ്പെടുത്താനാവുക. ഈ സ്കീം അനുസരിച്ചുള്ള അപ്പീലുകൾ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജനുവരി 31. തമിഴ്നാട്ടിലെ പ്രളയബാധിത ജില്ലയായ തൂത്തുക്കുടി കേന്ദ്ര സംഘം വീണ്ടും സന്ദർശിച്ചു. കഴിഞ്ഞ ഡിസംബറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയക്കെടുതിയുടെ പ്രാഥമിക വിലയിരുത്തലിന് ശേഷം ഇത് 2ാം തവണയാണ് കേന്ദ്ര സംഘം തൂത്തുക്കുടി സന്ദർശിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. മഹാരാഷ്ട്രയിൽ 30,500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായും 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായും രാജ്യം മാറിയതിനു പിന്നിൽ യുവശക്തിക്ക് സുപ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. DRDO വികസിപ്പിച്ച പുതുതലമുറ ആകാശ് മിസൈൽ ഒഡീഷയിൽ വിജയകരമായി പരീക്ഷിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം കേരളത്തിലെ വിവിധ ജില്ലകളിൽ തുടരുന്നു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ഇന്ന് ഖത്തറിൽ തുടക്കം. ഖത്തർ ലെബനോൻ മത്സരം രാത്രി 9:30-ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.